ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഒരു തൊഴിലാളിയായി വന്ന് മുതലാളിയായി മാറിയ ആളാണ് ആന്റണി പെരുമ്പാവൂർ. ഒരു താരത്തിന്റെ ഡ്രൈവറായി വന്ന് പിന്നീട് മലയാള സിനിമയെ നയിക്കുന്ന നായകന്മാരിൽ ഒരാളായി മാറി ആന്റണി. ആദ്യമായി ആന്റണിയെ കണ്ടതു മുതലുള്ള ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ്. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിൽ ചികിത്സ തേടിയിരുന്നു. അന്ന് ഡ്രൈവറായിരുന്ന ആന്റണി മാത്രമാണ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത്. അന്ന് ലാലിന്റെ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് ആന്റണിയായിരുന്നു. ലാലിനെ മരുന്ന് കഴിപ്പിച്ചതും എഴുന്നേൽപ്പിച്ചിരുത്തിയതും ഭക്ഷണം നൽകിയതുമെല്ലാം ആന്റണി ഒറ്റയ്ക്കായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ലാൽ എല്ലാം അനുസരിച്ചു. അണ്ണാ, ഇതൊക്കെ കണ്ടില്ലേ? ഒരു ഭാര്യ പോലും ഇതൊക്കെ ചെയ്യുമോ? എന്തൊരു സ്നേഹമുള്ള ആളാണ് എന്നാണ് ലാൽ എന്നോട് ചോദിച്ചത്. അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ലാലിനെ ആന്റണിയോടുള്ള സ്നേഹവും വിശ്വാസവും കൂടി വന്നു. ലാലിന്റെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും ആന്റണി പെരുമ്പാവൂർ ഇടപെട്ടു. അതൊക്കെ ലാലിലും ഇഷ്ടമായിരുന്നു. നിർമ്മാണ രംഗത്തേക്ക് കടന്ന ആദ്യ ചിത്രം നരസിംഹം ഗംഭീര വിജയം കൈവരിച്ചതോടെ ആന്റണിയുടെ മുന്നിൽ പുതിയ പടവുകൾ തുറക്കപ്പെട്ടു. സിനിമാക്കാർക്കിടയിൽ ആന്റണിക്ക് കിട്ടിയ അംഗീകാരമായിരുന്നു ഫിയോക്കിന്റെ ഭാരവാഹിത്വം. ഇന്ന് ലാലിന്റെ ഓരോ കാര്യവും തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും ഓഡിറ്ററായ സനൽകുമാറും ചേർന്നാണ്. ഒരു മോഹൻലാൽ ചിത്രം നടക്കണമെങ്കിൽ ഈ രണ്ടുപേരുടെയും സപ്പോർട്ട് കൂടിയേ തീരൂ. അവരുടെ തീരുമാനമനുസരിച്ച് മോഹൻലാൽ മുന്നോട്ടു പോവുകയുള്ളൂ. ആലപ്പി അഷ്റഫ് പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.